ഒടുവിൽ ഓട്ടോക്കാർക്ക് പണി കിട്ടി തുടങ്ങി. MBD പണി കൊടുത്തു തുടങ്ങിയെന്ന് വേണം പറയാൻ. അറിഞ്ഞായിരുന്നോ പൗർണമിയല്ലോ? ഓട്ടോ നിയമങ്ങളൊക്കെ മാറിയത് അറിഞ്ഞായിരുന്നല്ലോ. അതറിഞ്ഞിരുന്നു. പിന്നെ നമ്മൾ വാർത്തയെ ഡിസ്കഷൻ ചെയ്തതിന്റെ പേരിൽ പല പല പരാതികൾ ഉയർന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ മാറ്റമൊന്നും ഞാനിതൊരു ഓട്ടോ കയറിട്ട് കണ്ടില്ല കേട്ടോ. നമ്മൾ മീറ്റർ ഇട്ട് ഓടിക്കണം എന്നുള്ള വാർത്തകളും അത് നിയമം February 1 തൊട്ട് നിയമമായിരുന്നു. മീറ്റർ ഇട്ട് ഓടിക്കണം, ഇല്ലെങ്കിൽ വെറുതെ ഇറങ്ങി പോകാം എന്ന്. അതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുമോ പൗർണമി? ഓട്ടോക്കാർ നമ്മളെ വെട്ടിക്കൊല്ലും. പക്ഷെ എന്തായാലും നിയമപരമായിട്ടൊരു കുടുംബക്കാര് ഓട്ടോക്കാരുടെ ഒരു പണി കൊടുത്തിട്ടുണ്ട്. അറിഞ്ഞായിരുന്നോ? അത് നമ്മുടെ എറണാകുളം, നമ്മുടെ സ്വന്തം കൊച്ചിയില് അവർ സൗത്തിൽ നിന്നൊരു ഓട്ടോ വിളിച്ചു. ഞാൻ അവിടെ കുറെ നാളും താനും എറണാകുളം വർക്ക് ചെയ്ത ഒരാളല്ലേ. വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ അവിടുത്തെ ഒരു ഓട്ടോക്കാരുടെ രീതി എന്ന് പറഞ്ഞാൽ മറ്റേ നമ്മള് മീനൊക്കെ ബാർഗെയിൻ ചെയ്ത് മേടിക്കത്തില്ലേ, ആ ഒരു രീതിയാണ്. ഇതിന് എത്ര കിലോ? 50 രൂപ. ചേട്ടാ 25 കിട്ടുമോ? 25 കിട്ടുക, നിനക്ക് വേണമെങ്കിൽ മേടിച്ചാൽ മതി. അവിടെ 1 കിലോ 40 രൂപ പോയിന്റിൽ പോകാൻ പോരുന്ന ഒരു സ്ഥലം പോലും കൊച്ചിയിലില്ലേ പൗർണമി? ഞാൻ അത്ഭുതപ്പെട്ടോ. വയറ്റിലൊക്കെ നമ്മൾ ഇറങ്ങിയിട്ട് എളമക്കരയിലേക്ക് മെട്രോ സ്റ്റേഷനിലേക്ക് പോകാൻ അവർ ചോദിക്കുന്ന കൂലിയായിട്ട് നമ്മൾ കണ്ണ് തള്ളും. ഇവൻ മറൈൻ ഡ്രൈവിലേക്ക് പോകണമെങ്കിൽ 250 രൂപയ്ക്കാണ് ചോദിക്കുന്നത്. എന്നാ കിലോമീറ്റർ 4 കിലോമീറ്റർ അങ്ങനെ അപ്പുറത്തുള്ള ഒരു സ്ഥലത്തേക്ക് പോകാൻ 250-300 രൂപ ചോദിക്കുന്നത്. അത് കൊടുത്തില്ലെങ്കിൽ വേണ്ട, നിങ്ങൾ വരണ്ട. എന്തൊരു ഭാവമാണ് അത്. അവര് പറയുന്നത് ഭയങ്കര തിരക്കാണ്, ബ്ലോക്കാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഏറ്റവും വലിയ ദുരന്തം വൈറ്റിലെ നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ വണ്ടി നിർത്തിയിരിക്കട്ടെ. വൈറ്റില എല്ലാവർക്കും അറിയാം, വൈറ്റില മെയിൻ സ്റ്റോപ്പാണ്. അവിടെ നമ്മൾ ബസ് KSRTC ബസ് അവിടെ ഇറങ്ങത്തുള്ളൂ. എന്നിട്ട് നമുക്കൊരു അത്യാവശ്യത്തിന് മെട്രോയിലോട്ടൊന്ന് പോകണം. അത്യാവശ്യം ഇറങ്ങി മെട്രോയിലോട്ട് പോകണമെങ്കിൽ അവർ അതിന്റെ അടിയിൽ കൂടെ വരത്തില്ല. അതായത് വൈറ്റില മറ്റേ പാലത്തിന്റെ കൂടെ ഫ്ലൈ ഓവറിന്റെ അടിയിൽ കൂടെ നമ്മുടെ ഇപ്പുറത്തെ സൈഡിൽ കിടന്ന് ഓട്ടക്കാർ വരത്തില്ല. വരണമെങ്കിൽ 40 രൂപ വരെ 80 രൂപ അല്ലെങ്കിൽ 60 കൊടുക്കണം. അതൊക്കെ എവിടുത്തെ അന്ധകരണമാണ്. ഇത് കൊച്ചി എന്ന് പറഞ്ഞാൽ എത്ര പേര് വന്നിറങ്ങുന്ന ഒരു സിറ്റിയാണ്. അവിടെ ഒരു പണി കിട്ടില്ല. മെട്രോപൊളിറ്റൻ സിറ്റി ഇൻ കേരള എന്നാണ് പറയാം. പക്ഷേ ഒരു സാധാരണ കുടുംബം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വണ്ടി വിളിക്കുന്നു. അവർക്ക് നേരെ എളമക്കരയ്ക്ക് ഏതൊരു സ്ഥലത്തേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ അവർ റേറ്റ് ഒരു ഓട്ടോക്കാരൻ മൈൻഡ് ചെയ്തില്ല. എനിക്ക് 100 രൂപ കിട്ടണമെന്ന് പറഞ്ഞു. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ട്രാഫിക്കാണ്, അവിടെ പോകാൻ പറ്റില്ല എന്ന് പറയണം. സ്ഥലം കൃത്യമായി ഞാൻ ഓർക്കുന്നില്ല എവിടേക്കാണ് അവർക്ക് ഡെസ്റ്റിനേഷൻ. എന്തായാലും വലിയ ദൂരത്തേക്കല്ല. എന്തായാലും അടുത്ത ഓട്ടോക്കാരനെ, തൊട്ടടുത്ത് കിടക്കുന്ന ഓട്ടോക്കാരിലേക്ക് അവരച്ഛനും അമ്മയും മക്കളും ചേർന്നൊരു കുടുംബം കീറുന്നു. മീറ്റർ ഇട്ടാണ് ആ ഓട്ടോക്കാരൻ വണ്ടി ഓടിക്കുന്നത്. അതായത് ചോദിച്ചപ്പോൾ ആള് 80 രൂപ ആദ്യം പറഞ്ഞു. 80 രൂപ പറഞ്ഞിട്ട് അവർ കയറി. അവർക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ, ദെൻ അവർ ആ സ്ഥലത്ത് നിന്ന് ഇറങ്ങുന്നു. ഇറങ്ങുമ്പോൾ മീറ്റർ ഇട്ടുകൊണ്ട് ഒരു മീറ്റർ നോക്കുമ്പോൾ 47 രൂപ മാത്രം ആയിട്ടുള്ളൂ. ആകെ അത്രത്തിനുള്ളത് ഓടിയിട്ടുള്ളൂ. അപ്പോൾ അവർ ചോദിച്ചു 47 രൂപയിലെ മീറ്റർ കാണിക്കുന്നുള്ളൂ, 80 രൂപ എങ്ങനെയാ ചേട്ടാ തരാൻ പറ്റുമെന്ന് ചോദിച്ചു. പറഞ്ഞു ഇവിടെ ഇങ്ങനെയൊക്കെയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കയറിയാൽ മതി, മര്യാദയ്ക്ക് പൈസ എടുക്കും. പിന്നെ എന്തൊക്കെയോ അസഭ്യം കാര്യങ്ങൾ പറയാം. അതാണ് അവരെ ചൊടിപ്പിച്ചത്. അവര് പൈസ കൊടുത്തതിലല്ല, അയാൾ പൈസ മേടിച്ചു, അവർ പൈസയും കൊടുത്തു. പക്ഷെ അവർ നേരെ നമ്മുടെ MBDക്ക് വെച്ചെന്ന് കാര്യം പറഞ്ഞപ്പോൾ ഓട്ടോക്കാരനെ വിളിപ്പിക്കുന്നു. അവന്റെ ലൈസൻസ് അങ്ങോട്ട് റദ്ദാക്കി. അല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേർക്ക് ഒരു പാഠമാണ് കേട്ടോ. ഇപ്പം കൊച്ചി അല്ലെങ്കിൽ എറണാകുളം എന്നുള്ളത് നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ നടക്കുന്നുണ്ടാവും. എല്ലാവരും ഒന്നും ഇങ്ങനെ പരാതിപ്പെടണം എന്നില്ല. അല്ലെങ്കിൽ 100-ലോ 1000-ലോ ഒരാളായിരിക്കും ഈ പരാതിയായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ 47 രൂപ മാത്രം ഓട്ടം ആ മീറ്ററിൽ കാണിച്ചു. അതായത് ആ മീറ്റർ ഇട്ടാണ് ആ വണ്ടി ഓടുന്നത്. അപ്പൊ ആ നിയമം എന്താണെന്ന് പുള്ളിക്ക് വ്യക്തമായിട്ട് അറിയാം. നല്ല ബോധ്യമുണ്ട് മീറ്റർ ഇട്ട് ഓടണം എന്നുള്ള നിയമം പ്രാബല്യത്തിൽ വന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മീറ്റർ ഇട്ട് ഓടുന്നു. 47 രൂപയായി. സ്വാഭാവികമായിട്ടും 47 രൂപയാകുമ്പോൾ നമ്മൾ 50 രൂപ കൊടുക്കും. പോട്ടെ, ഇനിയിപ്പോൾ അവിടുത്തെ തിരക്കും അല്ലെങ്കിൽ ഈ ഓട്ടോക്കാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ നാക്കൊരു വലിയ പ്രശ്നമാണ് അല്ലേ. കുറച്ച് മാന്യത, കുറച്ച് സഭ്യമായ രീതിയിൽ. ഇപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ 60 രൂപ വേണമായിരിക്കും, അല്ലെങ്കിൽ 70 രൂപ വേണമായിരിക്കും. അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും. നമ്മൾ പറയുന്ന ആ ഒരു ടോണിലും ആ ഒരു സംസാര രീതിയിലും ചിലപ്പോൾ നമുക്ക് ആ 50-ന് പകരം 80 തന്നെ തന്നു പോകും ആളുകൾ. അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. പക്ഷേ ആളുകൾക്ക് ഗിവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട് എന്നാണല്ലോ നമ്മളൊരു കാര്യം. സ്വാഭാവികമായിട്ടും യാത്രക്കാർ അവർ നിയമം കാണുന്ന നാട്ടിൽ ജീവിക്കുന്നവരാണ്. ഈ നിയമങ്ങളെല്ലാം വരുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളെന്ന ഒരു വ്യക്തിയോട് പേഴ്സണലി വിരോധം ഉണ്ടായിട്ടോ വൈരാഗ്യം ഉണ്ടായിട്ടോ അല്ല അവരത് ചോദിക്കുന്നത്. അധ്വാനിച്ചുണ്ടാക്കുന്ന കാശിന് അവർ വില കൽപ്പിക്കുന്നത് കൊണ്ടാണ് ഇന്ന ദൂരം തൊട്ട് ഇവിടം വരെ പോകാൻ എത്ര രൂപയാവും ചേട്ടാ എന്നവർ മാന്യമായിട്ട് ചോദിക്കുന്നത്. അപ്പം നമ്മൾ ധാർഷ്ട്യത്തോടെ ഇത്ര രൂപ 100 രൂപയാവും 150 രൂപയാവും എന്ന് പറയാതെ അവിടം വരെ പോകാൻ ഇത്ര രൂപയാണ്, പക്ഷെ നല്ല തിരക്കൊക്കെ ആയതുകൊണ്ട് കുറച്ച് എന്തെങ്കിലും കൂടെ തന്നാൽ ഞങ്ങൾക്ക് ഉപകാരമായിരിക്കും എന്ന് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിക്കേ അല്ലേ. ആ ഒരു സമീപനത്തിന് കംപ്ലീറ്റ് ഒരു ചേഞ്ച് വരും. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ശരിക്കും നിങ്ങളൊരു തൊഴിലാണ് ചെയ്യുന്നത്. നമ്മൾ ആരും അതിനൊന്നും എതിരല്ല. നിങ്ങൾ ചെയ്യുന്ന തൊഴിലാണ്, ബാക്കിയുള്ളൊരു തൊഴിൽ ചെയ്തുണ്ടാക്കുന്ന കാശാണ് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾക്ക് നല്ല എല്ലാവർക്കും നിങ്ങളടക്കം കൊടുക്കുന്നതും നമ്മൾ തൊഴിൽ ചെയ്തുണ്ടാക്കുന്ന കാശ് തന്നെയാണ്. പക്ഷേ
അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരസ്പര ധാരണയോടെ ഒരു സ്നേഹത്തോടെ ആ സംസാരം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. വേറെ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാവരും അധ്വാനിക്കുന്നത് അവരവരുടെ കാര്യങ്ങളെല്ലാം നടക്കാൻ വേണ്ടിയാണ്, അല്ലേ ശരിക? അതെ. പക്ഷെ പൗർണമി പറഞ്ഞത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പൗർണമി പറഞ്ഞത്. വളരെ സന്തോഷമുണ്ട്, എനിക്ക് അത് കേട്ടതില്ല. പക്ഷെ പൗർണമി ചിന്തിക്കുന്ന അത്രയും പോസിറ്റീവ് അല്ല ഈ ഓട്ടോക്കാരുടെ കാര്യത്തിൽ. കാരണം പണ്ടൊക്കെ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത്, അത് നമ്മളൊക്കെ +1 +2 പഠിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനത്തെ ഓട്ടോക്കാരന്മാരൊക്കെ ഉണ്ടായിരുന്നു, ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ഇപ്പൊ അവരൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ ഓട്ടോക്കാരുടെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പിടിച്ചു പറയും. അവർ പറയുമ്പോൾ ഒരു ന്യായമുണ്ട്, ഞങ്ങൾക്ക് ഡീസൽ അടിക്കണ്ടേ, ഞങ്ങളുടെ വണ്ടിയുടെ മെയിൻ്റനൻസ് ഇല്ലേ. ഞാൻ ചോദിക്കുന്ന പോലെ ഇവർ ഒരു ദിവസമാണ് ഓടുന്നത്. ഈ കയറുന്ന ആൾക്കാരും അധ്വാനിച്ച വിയർപ്പിന്റെ ഫലമായിട്ടുള്ള പൈസ തന്നെ ഇവർക്ക്. സാധാരണക്കാരുടെ വാഹനമാണ് ഓട്ടോ എന്ന് പറയുന്നത് എന്നാണ് പറയപ്പെടുന്നത്. പൗർണമി പണ്ടോട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഓരോ കാലഘട്ടങ്ങളിലും ഈ ഓട്ടോ ചാർജ് വർദ്ധിപ്പിക്കും, മിനിമം ചാർജ്. ഇവർക്ക് 15 രൂപയായിരുന്ന കാലത്തോട്ട് ശ്രദ്ധിച്ചോളാം. 15 രൂപയാണെങ്കിൽ ഇവർ 25 രൂപ വാങ്ങിക്കും. 25 രൂപയ്ക്ക് ആ കാലത്ത് ഇവർ 35 രൂപ വാങ്ങിക്കും. 35 ആക്കിയ 30 രൂപ, അല്ല 25 രൂപയാക്കിയ കാലത്ത് ഇവർ 30 രൂപ വാങ്ങിക്കും. 30 ആക്കുമ്പോൾ ഇവർ 40 രൂപ. ഇത് ആരാണ് ഈ മിനിമം ചാർജ് ഏതെങ്കിലും ഒരു ഓട്ടോക്കാർ വാങ്ങിച്ച ചരിത്രം ഉണ്ടായിട്ടുണ്ടോ? 30 രൂപ. തീർത്ത് പറയാം, ഇല്ല. അത് മാത്രമല്ല, ഇപ്പൊ ഒരു നിയമം വന്നു, മീറ്റർ ഇടണം, മീറ്റർ ഇട്ട് ഓടിക്കണമെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ഓട്ടോക്കാര് മീറ്റർ ചാർജ് വാങ്ങിച്ച് ഓടിച്ച ചരിത്രം ഉണ്ടായോ ഇത്രയും ദിവസത്തിനിടയ്ക്ക്? അപ്പോൾ MBDക്ക് ഇവർ പുല്ല് വിലയാണോ കൊടുക്കുന്നത്? അതിന് നിയമം MBD എന്ന് പറഞ്ഞാൽ മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെന്റ് ഇറക്കുന്ന നിയമത്തിന് പുല്ല് വിലയാണ്. ആരെയും കൂസത്തില്ലെന്നുള്ളൊരു ധാർഷ്ട്യമുണ്ട് ഇവർക്ക്. അങ്ങനെ അല്ലല്ലോ വേണ്ടത്. ഈ നിങ്ങളും പബ്ലിക്, അതായത് ഇപ്പോൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ, നമ്മൾ അവർക്കൊരു വില കൊടുക്കുന്നു, അതുപോലെ തന്നെ കൊടുക്കുന്ന ആൾക്കാരാണ് KSRTC ഡ്രൈവർമാർ, ഓട്ടോ ചേട്ടന്മാർ, ഓട്ടോ ഡ്രൈവർമാർക്ക് നമ്മൾ ആ ഒരു ബഹുമാനമല്ലേ? പൗർണമിയുടെ മനസ്സിൽ എന്താണ് ഓട്ടോക്കാരെ കുറിച്ച്? അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിൽ കയറുമ്പോൾ KSRTC ജീവനക്കാർക്ക് കൊടുക്കുന്ന ഡ്രൈവർമാർക്ക് അതേ റെസ്പെക്ട് നമ്മൾ ഓട്ടോക്കാർക്ക് കൊടുക്കും. ഓട്ടോക്കാർ ഗവൺമെന്റ് ആയിട്ട് അല്ലെങ്കിൽ ഗവൺമെന്റ് എംപ്ലോയീസ് അല്ലെങ്കിൽ പോലും അവരോട് പ്രത്യേക ഒരു റെസ്പെക്ട് നമ്മൾ കൊടുക്കാറുണ്ട്. തീർച്ചയായിട്ടും. കാരണം അവര് ചെയ്യുന്നതിനെ നമ്മൾ ബഹുമാനിക്കേണ്ട കാര്യമില്ല. അവര് ഇപ്പൊ ഗവൺമെന്റ് ഈ പറയുന്ന പോലെ ഗവൺമെന്റ് വാഹനങ്ങളല്ല അവർ ഓടിക്കുന്നതെങ്കിൽ പോലും അവർ പബ്ലിക്കിന് കൊടുക്കുന്ന ഒരു സർവീസാണ്. അത് അവരുടെ ജോലിയോടൊപ്പം തന്നെ ഒരു സർവീസായിട്ട് കരുതുമെന്നാണ് നമ്മൾ കരുതുന്നത്. വന്ന് ഭയങ്കര ഹുങ്കാണ്, തുറന്നു പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇതിന്റെ പേരിൽ എന്നെ എന്ത് തെറി പറഞ്ഞാലും പൗർണമി എനിക്ക് പ്രശ്നമല്ല. പക്ഷെ ഉള്ളത് പറയും. ഇന്നും ഞാൻ എല്ലാ ദിവസവും ഹോട്ടലിൽ വരുന്ന ഒരാളാണ്. എൻ്റെ ഓഫീസിലേക്കായാലും ബസ് സ്റ്റാൻഡിലേക്കായാലും അതോടൊപ്പം തന്നെ ഞാനിപ്പോൾ എറണാകുളത്ത് പോയാലും ഞാൻ ഓട്ടോ ഇഷ്ടപ്പെടുന്ന ഒരാളും കൂടിയാണ്. ഓട്ടോ സവാരി ഇഷ്ടമാണ് എനിക്ക്. എന്നെ കാർ ഡ്രൈവ് ചെയ്ത് ഞാൻ പോവെങ്കിലും ഞാൻ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് പൗർണമിക്കറിയാം. തിരക്കുള്ള സ്ഥലങ്ങളിൽ ഞാൻ എവിടെയെങ്കിലും കാർ എനിക്ക് സമാധാനമാണ്. അതെന്റെ കാർ ഒരസും എന്നതുകൊണ്ട് മാത്രമല്ല, ഡ്രൈവ് ചെയ്യേണ്ട ഏത് തിരക്കിലൂടെ ഇവർ നമ്മൾ വളരെ സേഫ് ആയിട്ട് കൊണ്ടുപോകും. അത് നല്ല അത് ഞാൻ ഇന്നും അംഗീകരിക്കുന്നു. ഞാൻ പോയ ഓട്ടോ ഇതൊരു ആക്സിഡന്റ് ആയിട്ടുണ്ടില്ലെന്നല്ല, പക്ഷെ എന്നാലും ഈ ടൗണിലൊന്നും നമുക്ക് വളരെ സിഗ്സാഗ് രീതിയിൽ വളരെ എഫിഷ്യന്റ് ആയിട്ട് ഓട്ടോക്കാരന്മാർ കൊണ്ടുപോകാറുണ്ട്. അത് ഞാൻ അംഗീകരിക്കുന്നു. സേഫ് ആയിട്ട് എത്തിക്കാറുണ്ട്. അവരുടെ ഭാഗത്തു നിന്നും വളരെ ക്ലേശകരമായ അനുഭവങ്ങളൊന്നും എനിക്ക് പേഴ്സണലി ഇതുവരെ ഉണ്ടായിട്ടില്ല. എങ്കിൽ പോലും ഈ പൈസയുടെ കാര്യത്തിൽ പല ഓട്ടോക്കാരന്മാരുമായിട്ട് അത് ശരി. ഇപ്പൊ ശാരിക എന്നോട് ഒരു ചോദ്യം ചോദിച്ചല്ലോ, പൗർണമിക്ക് എന്താണ് ഒരു ഓട്ടോക്കാരൻ അല്ലെങ്കിൽ ഓട്ടോ തൊഴിലാളി എന്ന് പറയുമ്പോൾ, അല്ല ഒരു ഓട്ടോയെ കയറുമ്പോൾ എന്താണ് മനസ്സിൽ വരുന്നത്? സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഏതൊരു ഓട്ടോയെ കയറുമ്പോഴും, ഇപ്പൊ ഈവൻ ചിലപ്പോൾ റിട്ടേൺ ഓട്ടോയിലായിരിക്കും നമ്മൾ കയറുന്നത്. റിട്ടേൺ ഓട്ടോയിൽ കയറുവാണെങ്കിൽ നമുക്ക് നോർമലി നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നോർമലി ഉള്ള റേറ്റ് അല്ലെങ്കിൽ മിനിമം ചാർജ് 10 രൂപ അല്ലെങ്കിൽ 15 രൂപ കൊടുത്താൽ മതി എന്നുള്ളത് അറിയാമെങ്കിൽ പോലും, അയ്യോ ഇറങ്ങാതെ ഈ ഓട്ടോ ചേട്ടൻ എത്രയായിരിക്കും ഇനി പറയാൻ പോകുന്നത്, ഇനി കൂടുതൽ വാങ്ങുമോ? ഇനി അതല്ല, നമ്മുടെ ഒരു ഓട്ടം വിളിക്കുവാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ മെയിൻ ടൗണിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ അപ്പുറത്ത് പോകണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ എല്ലാവരോടും ചോദിച്ചൊന്നും ഇരിക്കുന്നില്ല, ചേട്ടാ ഇവിടെ വരെ പോകാൻ എത്ര രൂപയാവുമെന്നൊന്നും ചോദിക്കില്ല. നമ്മൾ ഡയറക്റ്റ് കയറുമായിരിക്കും. പക്ഷേ ഇറങ്ങുമ്പോഴായിരിക്കും 50 രൂപ അല്ലെങ്കിൽ 30 രൂപ വിചാരിക്കുന്ന ഓട്ടത്തിന് 70, 80, 90, 100 ഒക്കെ എല്ലാവർക്കും തോന്നിയതുപോലെയാണ്. ഇപ്പം നല്ല ആളുകളുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പം ഞാൻ എറണാകുളത്തായിരുന്ന സമയത്ത് ഒരു കാലഘട്ടത്തിൽ എനിക്ക് കുറച്ച് ദിവസം ഓട്ടോയിൽ പോകേണ്ട ഒരു ചാൻസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഓട്ടോയിൽ കയറുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചാണ് കേട്ടോ, ഒരേ സ്റ്റാൻഡിൽ നിന്നാണ് ഞാൻ ദിവസവും ഒരു മാസം അടുപ്പിച്ച് ഓട്ടോയിൽ പോയിക്കൊണ്ടിരുന്നത്. അതിനകത്ത് ഒരാൾ മാത്രം എല്ലാവരും മീറ്റർ ഇടുന്നുണ്ടായിരുന്നു. അന്ന് 36 രൂപ സംതിങ് ആണ്, അല്ലെങ്കിൽ 30. ഇപ്പം ഇടയ്ക്കൊന്ന് സ്റ്റോപ്പ് ചെയ്താൽ അറിയാലോ, മീറ്റർ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ഇടയ്ക്ക് നമ്മൾ സ്ലോ ആവോ ബ്ലോക്ക് വരുമൊക്കെ ചെയ്താലും മീറ്ററിൽ പൈസ ഇങ്ങനെ റണ്ണിങ് ആണ്. അപ്പം നോർമലി വലിയ ബ്ലോക്കും ഇല്ല, തടസ്സങ്ങളൊന്നുമില്ല, നേരെ പോകണമെങ്കിൽ 32 രൂപ, 33 രൂപ, 34 രൂപയുടെ ഓട്ടോ ആണ്. ഒരു ദിവസമാണെങ്കിൽ 36 രൂപ, 37 രൂപ സംതിങ് വന്നു. ഒറ്റ തവണ ഒരു ചേട്ടൻ മാത്രം, ആ ചേട്ടൻ്റെ ഓട്ടോയിൽ കയറുമ്പോൾ മാത്രം എന്നോട് 40 രൂപയെ പുള്ളി ഇങ്ങോട്ട് പറയുള്ളൂ, ഞാൻ കൊടുക്കുകയുള്ളൂ. ബാക്കിയുള്ള 6 ഓട്ടോയിൽ കയറിക്കോട്ടെ 50 രൂപ, അതായത് 32 രൂപയാണ് അതിൽ വന്നെങ്കിലും അവർ 50 രൂപ. ഞാൻ പിന്നെ അവരോട് തർക്കിക്കാൻ പോകാറില്ല. പക്ഷെ ഞാൻ എപ്പോഴും ചെല്ലുമ്പോൾ നോക്കും ഈ ചേട്ടൻ അവിടെ ഉണ്ടോ എന്നാൽ ഈ ചേട്ടൻ ഒരു തവണയെങ്കിലും അങ്ങനെ പറഞ്ഞാൽ ഞാൻ കൊടുക്കാൻ വില്ലിങ്ങാ. 50 രൂപ കൊടുക്കണമെങ്കിൽ ഞാൻ തയ്യാറാണ്. ഇത് നടന്ന സംഭവം കേട്ടോ. പക്ഷെ എന്നും ആ ചേട്ടൻ അവിടെ കാണില്ല, പറയുന്ന പോലെ ഓട്ടോ സ്റ്റാൻഡപ്പ് മാറുമല്ലോ. പക്ഷെ 3 4 തവണ ഞാൻ ആ സെയിം ഓട്ടോയിൽ കയറിയിട്ടുള്ളൂ ഈ ഒരു മാസത്തിനുള്ള. കാരണം ഇഷ്ടംപോലെ ഓട്ടോസ് കാണുമല്ലോ ഓട്ടോ സ്റ്റാൻഡിൽ. അത്രയും തവണയും, ഒരു തവണയല്ല കേട്ടോ, ആ കയറി അത്രയും തവണയും ഞാൻ 50 രൂപ കൊടുക്കുമ്പോൾ പുള്ളിക്കാരൻ എനിക്ക് ആ 10 രൂപ എടുത്ത് ബാലൻസ്
തന്നിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ അടച്ചടിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല. പക്ഷേ കൂടുതലും ഇപ്പോൾ ഈ ശാരിക പറയുന്ന പോലുള്ള ആളുകളാണുള്ളത്. അതെ, 100 പേരെടുക്കുവാണെങ്കിൽ ഒരു 80% ഓട്ടോക്കാർ ഇപ്പം ഇങ്ങനെയായി മാറിയിരിക്കുന്നു. പൗർണമി പറഞ്ഞിട്ടുണ്ട്, ഞാനും അംഗീകരിക്കുന്നുണ്ട്. കറക്റ്റ് പൈസ മേടിക്കും. ഞാൻ 100 ഓട്ടോയിൽ കയറുവാണെങ്കിൽ ഒരാൾ കാണും അതിനകത്ത് 30 രൂപ മതി മോളെ. കഴിഞ്ഞ ദിവസം ഞാൻ കയറി ഇതിന്റെ തൊട്ടടുത്തേക്ക് പോകുന്നുണ്ട്, ചേട്ടൻ അടിക്കുന്നത് 10 രൂപ മതി. ഞാൻ ഞെട്ടിപ്പോയി. അങ്ങനെയൊക്കെ മേടിക്കുന്ന ഓട്ടോക്കാരുണ്ടോ എന്ന് ശരിക്കും ഒരു അത്ഭുത ജീവിയായിട്ട് എനിക്ക് ആ മനുഷ്യർ തോന്നിപ്പോയി. ഞാൻ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ സ്റ്റാൻഡിൽ കിടക്കുന്ന പ്രായമുള്ള ഓട്ടോക്കാർക്ക് 30 രൂപ മിനിമം ചാർജ് ആണെങ്കിലും ഞാൻ 50 രൂപ ചേട്ടാ ബാലൻസ് തരണ്ട എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെയും കത്തിയായിട്ട് അല്ലെങ്കിൽ കഴുത്തർപ്പൻ റേറ്റ് ചോദിക്കുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർമാരോട് അല്ലെങ്കിൽ ഓട്ടോ ചേട്ടന്മാരോട് ഞാൻ ഉറപ്പായിട്ടും തർക്കിക്കാറുണ്ട്. വെറുതെ എങ്കിലും ഞാൻ പൈസ അവർക്ക് കൊടുക്കുമ്പോൾ എങ്കിലും എന്റെ ഒരു പറഞ്ഞിട്ടാണ് അങ്ങോട്ട് തർക്കിക്കും ഞാൻ അങ്ങോട്ട്. എന്ന് വെച്ചാൽ അങ്ങനെ കഴുത്തറക്കാൻ പാടുണ്ടോ? നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ. അത് വൺ സൈഡ് അങ്ങോട്ട് പോകുമ്പോൾ ചിലപ്പോൾ ഒരാൾ വാങ്ങുന്ന 90 ആയിരിക്കും, അതേ സെയിം അപ്പുറത്തുനിന്ന് വേറൊരു ഓട്ടോയെ തിരിച്ചു വരുമ്പോൾ 150 രൂപ. നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പ്രതികരിച്ചു. എനിക്ക് പേഴ്സണലി അങ്ങനെ അനുഭവങ്ങളുണ്ട്. ഇപ്പൊ താൻ പറഞ്ഞത് തനിക്ക് പേഴ്സണലി ഇതെല്ലാം ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ ഈ ക്യാമറയുടെ മുമ്പിൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു കുടുംബം ചെയ്യാൻ കാണിച്ച ധൈര്യത്തെയും അതിനേക്കാൾ കൂടുതൽ അതിന് ഷടപടയെന്ന് നടപടിയെടുത്ത MVDക്കും ഒരു വലിയ ഹാറ്റ്സ് ഓഫ് പറഞ്ഞുകൊണ്ട് ഇനി ഇങ്ങനെയുള്ള നിയമ നടപടികൾ കൃത്യമായി തന്നെ നടപ്പിലാക്കട്ടെ എന്ന് ആശംസിക്കുന്നു.